കുട്ടനാട്ടിലെ നെൽകർഷകർ സമരത്തിലേക്ക്. വിളവെടുത്ത നെല്ല് സംഭരിക്കാമെന്ന സിവിൽ സപ്ലൈസിന്റെ ഉറപ്പ് ലംഘിക്കപ്പെട്ടതിനെ തുടർന്നാണ് കർഷകർ സമരത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ 7 ദിവസക്കാലമായി വിളവെടുത്ത നെല്ല് മഴയെ തുടർന്ന് കിളിർക്കുവാൻ തുടങ്ങി. നെല്ല് സൂക്ഷിക്കാൻ പോലും ഇടമില്ലാതെ സർക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. ഈ കൂട്ടിയിട്ടിരിക്കുന്നത് ഓരോ കുട്ടനാടൻ കർഷകന്റെയും 165 ദിവസത്തെ അധ്വാനത്തിന്റെ വിളവാണ്. ആറ്റുനോറ്റ് വിത്തിറക്കി കൊയ്തു കയറ്റിയിട്ടും എടുക്കാൻ ആളില്ലാതെ ഈ നെൽവിത്തുകൾക്കൊപ്പം നശിക്കുകയാണ് ഓരോ കർഷക കുടുംബങ്ങളും. മഴ എത്തിയതോടെ പാടത്ത് വെള്ളം ഇറങ്ങിയിരിക്കുന്നു. കൊയ്തെടുത്ത നെല്ല് എവിടെ സൂക്ഷിക്കണമെന്ന് പോലും അറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഓരോ കർഷകനും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിതാപകര അവസ്ഥ. എത്രയും പെട്ടെന്ന് ഈ നെല്ല് മൊത്തം എടുത്ത് മാറിയില്ല കൃഷിക്കാരൻ ആത്മഹത്യയിലേക്ക് പോകുന്നൊരു സവിശേഷതയാണ് ഈ തായങ്കരി പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ പോണത്. 400 ടണ്ണിലധികം നെല്ലാണ് കുട്ടനാട്ടിൽ ഇപ്പോൾ തന്നെ കൊയ്തെടുത്തിരിക്കുന്നത്. ഇന്നലെ മുതൽ നെല്ല് സംഭരണം ആരംഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഇനി കർഷകർക്ക് നെല്ല് ഏറ്റെടുപ്പിക്കണമെങ്കിൽ പോരാടുക തന്നെ വേണം. എടത്വ തായങ്കരി പാതയിൽ നനഞ്ഞ നെല്ല് റോഡിൽ വിരിച്ച് സമരം ചെയ്യുകയാണ് കർഷകർ. എന്നാൽ സ്വകാര്യ മില്ലുകൾക്ക് സബ്സിഡി നൽകുന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും കൈക്കൊള്ളാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. തുലാമഴ പെയ്തിറങ്ങുന്നതിന് മുമ്പ് തങ്ങളുടെ ഉപജീവനത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന അപേക്ഷയിലാണ് കർഷകർ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.